പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഉച്ചഭക്ഷണമാണ്. പക്ഷേ ഉച്ചയ്ക്ക് ഞങ്ങൾ ഇന്ന് കഞ്ഞിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കഞ്ഞിയും പിന്നെ പപ്പായയും നമ്മളെ കറുത്ത കടല ഉണ്ടല്ലോ, മണിക്കടല, കടല ചേർത്തിട്ട് നമ്മൾ ഓലനൊക്കെ വെക്കുന്ന പോലെ തന്നെ ഇത് പച്ചമുളക് കീറിയിട്ടിട്ട് ഇത് വളരെ സിമ്പിൾ. പിന്നെ ഒരു അച്ചാറുണ്ട്. അതാണ് ഇപ്പോൾ ഇന്ന് കഞ്ഞിക്ക് ഞങ്ങളൊന്ന് ഉച്ചയ്ക്ക് കഞ്ഞിയാക്കി. ഇടയ്ക്കൊരു പതിവുണ്ട് അങ്ങനെ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ നമ്മൾ പപ്പായ പിന്നെ മരത്തുമെന്ന് അപ്പോൾ നേരെ പറിച്ചിട്ട് വരികയാണ്. അപ്പോൾ ഇതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇന്നത്തെ നമ്മളെ കറി, അതായത് കടലയൊക്കെ ഇട്ട ശേഷം ഈ വലുപ്പം മതി. ഇത് മതില്ലേ? ഈ വലുപ്പത്തിൽ മതി. അപ്പം നമുക്ക് പപ്പായ ഇനി തോലി എത്തിയെടുക്കാണ്ട്. അപ്പോൾ അതിനെ ഇനി ഇതാ നമ്മൾ ഇത് മുറിച്ചെടുക്കാം. നല്ല പപ്പായ ആണ്. അപ്പോൾ ഇനി അതിൻ്റെ തോല് ചെത്തണം. അപ്പോൾ അതിന് ആദ്യം നിന്ന് ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഓരോ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് മാറ്റാം. പിന്നെ നമുക്ക് അത് തോലി എത്തിയെടുക്കാം. പിന്നെ ഉള്ളിലുള്ള ആ ഒരു ചോറ് എന്ന് പറയല്ലേ, അത് കളയാനുള്ളതാണ്. പിന്നെ അതാണ് ചെത്തിയെടുക്കാനുള്ളത്. അപ്പോൾ അതും കളയായി. അപ്പോൾ ഇതാ അതൊക്കെ ക്ലീൻ ചെയ്തൊക്കെ റെഡിയാക്കി എടുത്തു. കഴുകിയെടുക്കും ചെയ്താണ്. പിന്നെ അത് നുറുക്കിയാൽ മതിയല്ലോ. ഇനിയിപ്പോൾ ഇതാ നമ്മളിത് നുറുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ നേരെ അങ്ങനെ സാധാരണ അധികം ഇപ്പോൾ ഈ തോരനൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു അതിലേറെ കുറച്ചുകൂടി വലുപ്പത്തിലാണ്. അങ്ങനെയാണ് നുറുക്കിയെടുക്കുന്നത്. ഇപ്പോൾ ദാ നുറുക്കി കഴിഞ്ഞു കഷ്ണങ്ങൾ. ഇപ്പോൾ നമ്മൾ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തിട്ട് കടല നല്ലോണം പുതിർന്നിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഈ നുറുക്കി വെച്ച പപ്പായയും. അപ്പോൾ അത് രണ്ടുമാണ് ഇപ്പോൾ നമ്മൾ ഇതിക്കുള്ള പ്രധാന ചേരുവ. അതായത് പപ്പായ നുറുക്കി, പിന്നെ കടല തലേ ദിവസം ഇന്നലെ വെള്ളത്തിൽ ഇട്ടതായിരുന്നു, നന്നാക്കി കുതിർത്ത് ഇട്ടതാണ്. അപ്പോൾ അത് കഴുകി വയ്ക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ കടലെന്ന് നമുക്ക് കുക്കറിൽ ഒന്ന് വേവിക്കാം. അത് ഒന്നിങ്ങോട്ട് വേവായിട്ട് ആവുന്നതോട് കൂടി തന്നെ നമുക്ക് പിന്നെ പപ്പായ ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഇതിൽ കടല വേവിക്കാൻ ഈ കുക്കറിലിടാം. അപ്പം ഇനി ഇതാ നമ്മൾ കടല അത് കുക്കറിൽ ഇട്ട് വേവിച്ചെടുക്കണം. പിന്നെ ഇതാ നമ്മൾ നേരെ ഉപ്പിട്ടു, വേവാൻ വേണ്ട വെള്ളം പാരുകയാണ്. അത് അടുപ്പത്ത് വെച്ചു. പിന്നെ നമുക്ക് ഇനി ഈ ഇതിലേക്ക് പച്ചമുളക് കൂടി ചേർക്കാണ്ട്. അപ്പോൾ ഒന്ന് നെടുകീറിയിടണം. നെടുകീറിയിടാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെഡിയാക്കി വയ്ക്കാം. ഏകദേശം 8 വിസിൽ കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ നമ്മൾ കടല കണ്ടോ. അതിലേക്ക് ഇനി നമ്മൾ നേരെ ഈ നമ്മളെ നേരത്തെ നുറുക്കി വെച്ച കഷ്ണങ്ങൾ ഇതും കൂടി ചേർത്ത് വേവിക്കുകയാണ് വേണ്ടത്. അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു വിസിൽ ഒന്നുകൂടി കണ്ട് കൂക്കിച്ചാലും മതി. അങ്ങനെയും ചെയ്യാം. ഇതിങ്ങനെ തന്നെ വേവിച്ചെടുക്കുകയാണ്. കുറച്ച് സമയം പിടിക്കും. ഇപ്പോൾ ഏകദേശം വെന്ത് വരുന്നുണ്ട്. പിന്നെ ഇതാ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഇതാ നമ്മൾ നല്ല പച്ച വെളിച്ചെണ്ണ അത് തുളിക്കുകയാണ്. കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഓലിൻ്റെ പണി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഇടയ്ക്കിട്ടൊരു പതിവ് നമുക്ക് ആഴ്ച വെളിച്ചെണ്ണ നീരിറക്കുന്നത്. നമ്മൾ തുളസീൻ്റെ ഇലയൊക്കെ ഇട്ട് കാച്ചാന്നറിയില്ല. പണ്ടൊക്കെ തെച്ചി ഒക്കെ ഇട്ടിട്ടാണ്. ഇപ്പോൾ പിന്നെ തുളസീൻ്റെ, ഞാൻ പിന്നെ തുളസ്യാദി തൈലാണ് തേക്കൽ. വൈദ്യശാലയിൽ നിന്നാണ് വാങ്ങുന്നത്, കോട്ടക്കൽ. ആ തൈലാണ് ആ എണ്ണ, അതാണ് ഞാൻ തേക്കൽ. അപ്പോൾ ഞങ്ങളിത് അതുകൊണ്ട് പിന്നെ തുളസി ഇട്ടിട്ട്, നല്ല വെളിച്ചെണ്ണയിൽ തുളസി ഇട്ടിട്ട് നമ്മൾ കാച്ചുക. അത്ര ഫലം ഇതിന് കിട്ടില്ല, എന്നാലും നമ്മൾ വീട്ടിൽ കാച്ചിരിക്കുക. അപ്പോൾ അമ്മ ഞങ്ങൾ മുറ്റത്ത് നിന്ന് തുളസി അത് കുറച്ച് പറിച്ചു കൊണ്ടുവന്നു. ഇല
അത് അരിയാണ്. അരിയുമ്പോൾ ശരിക്കും ആ വെളിച്ചെണ്ണേൻ്റെ ഇത് പിടിക്കുമല്ലോ, വെളിച്ചെണ്ണയ്ക്ക് അതിൻ്റെ തുളസീൻ്റെ ഒരു നീരുണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് അരിയുന്നത്. പിന്നെ ഇതാ ചട്ടിയിൽ അസലായിട്ട് ചൂടായ ശേഷം വെളിച്ചെണ്ണ അതൊഴിക്കുകയാണ്. അതും ചൂടായി വരുന്നതോട് കൂടി തന്നെ നമ്മളിതാ നേരെ ഈ അരിഞ്ഞു വെച്ച തുളസീൻ്റെ ഇല അതതിൽ ചേർക്കാണ്. അത് പിന്നെ നല്ലപോലെ എന്നിട്ട് ചൂടാക്കി എടുക്കുക, മൂപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അതിൻ്റെ അതൊക്കെ ശരിക്ക് അതിലേക്ക് അതിൻ്റെ ഫലം കിട്ടും. അപ്പം അമ്മ അത് ചെയ്യാണ്. നല്ലോ മൂത്ത് വരട്ടെ, ഇളക്കി കൊടുക്കുക. തുളസി കിട്ടിട്ടൊരു കാച്ചില്ലേ വെളിച്ചെണ്ണ? തെച്ചിപ്പൂ, അത് ഈ തെച്ചിപ്പൂ അല്ല, കാട്ടു തെച്ചിയോ? കാട്ടു തെച്ചിയ. ഞാനതിട്ടാ നീരാക്കണത് കുത്തിട്ടാക്കണം. ഇല്ലല്ലോ എന്നിട്ടോ പട്ട വരട്ടോ പറ്റിയിട്ടത്. കഞ്ഞി കുടിക്കായി. കുത്തരി അല്ല, സാധാരണ അരി തന്നെയാണ്, എളുപ്പം വേവുന്ന അരിയാണിത്. അപ്പം അമ്മയ്ക്കൊക്കെ അതേ കുറച്ചും കൂടി എളുപ്പത്തിൽ ദഹിക്കാനൊക്കെ നല്ലതാണ്. പിന്നെ അതാ നമ്മളെ പപ്പായയും കടലയും കൂടിയുള്ള ആ കറി ഉപ്പിട്ട് കൊടുക്കാൻ കഞ്ഞിയിൽ. പിന്നെ അച്ചാറുണ്ട്. പിന്നെ അമ്മയ്ക്ക് മുളകുണ്ട്, അതായത് നമ്മൾ കാന്താരി മുളക്, അത് ഇതിൻ്റെ ഒപ്പം ഉണ്ട്. അപ്പോൾ നല്ല കട്ടയായിട്ട് തന്നെയാണ് ഓലൻ റെഡി ആയിട്ടുള്ളത്. ഇതിങ്ങനെ വെച്ചാൽ നല്ല രസമുണ്ട്. അതായത് മുളക് പൊടി ഒന്നും ചേർക്കാതെ, മഞ്ഞപ്പൊടിയും ചേർക്കാതെ നല്ല രസമാണ് ഇങ്ങനെ വെച്ചാൽ. പപ്പായക്ക് കുറച്ച് നല്ല മൂത്തൊക്കെ ആണെങ്കിൽ ചെറിയൊരു മധുരം ഉണ്ടാകും പപ്പായക്ക്, അപ്പോൾ നല്ല രസമാണ്. പിന്നെ എളുപ്പത്തിലുള്ളൊരു കറിയാണ്, അതാണ് ഒരു പ്രധാനം. ഇടയ്ക്ക് ഉച്ചയ്ക്ക് കഞ്ഞി രസം അല്ലേ? കഞ്ഞുടിക്കലൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അപ്പോഴേക്കുന്ന ഈ എണ്ണേൻ്റെ അതൊന്ന് തണുക്കും വേണമല്ലോ പാത്രത്തിലാക്കണമെങ്കിൽ. അപ്പോൾ നല്ല പ്ലാവിലേണ്ട് കുമ്പിളൂത്തുണ്ട്. കഞ്ഞിക്ക് പിന്നെ ഞങ്ങൾ പ്ലാവില എടുക്കാതെ ഇരുന്നാണ്. കഞ്ഞിക്കും പ്ലാവില അതാണല്ലോ ശീലം. അപ്പോൾ ചൂടാറിയ ശേഷം വെളിച്ചെണ്ണ അത് നമ്മളെ കുപ്പിയിലാക്കുകയാണ്. ഇത് കുറച്ചേ ഉള്ളൂ, ആകെ ഒരു 50 ml ആകെ ഉണ്ടാവുള്ളൂ. അത് ഇടയ്ക്കൊന്നും ഇങ്ങനെ ഇത് കാച്ചുന്നതാണ് ഞങ്ങൾ. പിന്നെ ഏതായാലും പിന്നെ വൈദ്യശാലയിൽ നിന്ന് വാങ്ങും. അപ്പോൾ അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇതേമാതിരി ഒന്ന് കാച്ചെടുക്കും. അപ്പോൾ അത് കുപ്പിയിലാക്കലും ഏകദേശം ഇവിടെ കഴിഞ്ഞു, കുപ്പിയിലാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുക വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ, goodbye.